പാട്ടുകൾ പാടി നമ്മെ ഒരുമിച്ച് സോഷ്യൽ സഹായിക്കുന്നു. പ്രിയപ്പെട്ടവർക്കെല്ലാം ദൈവനാമത്തിൽ വന്ദനം. സന്നിഹിതരായിരിക്കുന്ന എല്ലാവരെയും വന്ദനം ചെയ്യുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകളിൽ ഇവിടെ നടക്കേണ്ടതായിട്ടുള്ളത് കൊണ്ട് മേശമുള്ളതുകൊണ്ട് സവിസ്തരമായി ദൈവ വചനത്തിലെ സങ്കീർത്തന ശുശ്രൂഷ മുൻപോട്ട് കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ കഴിഞ്ഞ പകൽക്കാലം ദൈവാത്മാവിന്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചു നിർത്തിയ സങ്കീർത്തന ഭാഗമാണ് ഈ രാത്രി വായിക്കാനിടയായിട്ടുള്ളത്. ദാവീദിന്റെ ഒരു സങ്കീർത്തനമെന്ന അതിന്റെ മുകളിൽ എഴുതിയിട്ടുണ്ട്. ഈ സങ്കീർത്തനം ആരംഭിക്കുന്നത് നാവുകൊണ്ടാണ്. വാക്കുകൊണ്ട് ആരംഭിച്ച് നിന്റെ നോട്ടം എങ്കിൽ നിന്ന് മാറ്റണമേ എന്ന് ദൈവത്തോട് അപേക്ഷിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്ന ഒരു സങ്കീർത്തന ഭാഗമായി നാം ഇതിനെ കാണുന്നു. മനുഷ്യജാതിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വ്യത്യസ്തമായ അതിപ്രധാനമായ ഘടകം മനുഷ്യനാവാണ്. ഇതര ജീവജാലങ്ങൾ, സസ്യങ്ങളും മൃഗജാതികളും ആശയവിനിമയം നടത്തുന്നുണ്ടെങ്കിലും വിവേകപൂർണമായി ആശയം കൈമാറ്റം ചെയ്യുവാൻ ദൈവം മനുഷ്യന് കൊടുത്ത വ്യത്യസ്തമായ കൃപയാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വേദപുസ്തകം മനുഷ്യ ശരീരത്തിലെ അവയവങ്ങളിൽ ഏറ്റവും പ്രാധാന്യതയോടുകൂടി ഉപയോഗിക്കേണ്ടതും സൂക്ഷിക്കേണ്ടതും എന്ന് പറഞ്ഞിരിക്കുന്ന അവയവനാവാണ്. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നാവിന്റെ ഉപയോഗം കൊണ്ട് രക്ഷപ്പെട്ടവരുമുണ്ട്, നാവിന്റെ ഉപയോഗം കൊണ്ട് തകർന്നു പോയത്. ജ്ഞാനിയിൽ ജ്ഞാനിയായ ശലോമോൻ സങ്കീർത്തന ഭാഗത്ത് പറയുമ്പോൾ സദൃശ്യവാക്യങ്ങളിൽ പറയുമ്പോൾ വളരെ വ്യക്തമായി പറയുന്നൊരു കാര്യമുണ്ട്. മരണവും ജീവനും നാവിന്റെ അധികാരത്തിൽ ഇരിക്കുന്നു. അതിൽ എന്ന് പറഞ്ഞാൽ ഏതിൽ ഇഷ്ടപ്പെടുന്നുവോ അതിന്റെ ഫലം ആ വ്യക്തി അനുഭവിക്കും. ഇത് വേദപുസ്തകത്തിലെ വാക്യമായതുകൊണ്ട് വളരെ വിശദീകരണമില്ലാതെ മനസ്സിലാക്കുവാൻ കഴിയുന്ന കാര്യമായതുകൊണ്ട് ഇന്ന് രാത്രി വളരെ ഗൗരവമായി ഈ സങ്കീർത്തന ഭാഗത്ത് നിന്നുകൊണ്ട് ദൈവങ്ങളോട് ഓർപ്പിക്കുകയാണ്. അതിപ്രധാനമായി സൂക്ഷിക്കേണ്ട ഒരു അവയവം എന്നുള്ള നിലയിൽ നാവിനെ കൈകാര്യം ചെയ്യുന്നതിൽ വിജയിച്ചാൽ നമ്മുടെ ജീവിതം വിജയിച്ചു എന്ന് യാക്കോബ് വളരെ അഖണ്ഡിതമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. യാക്കോബ് പറയുന്നത് ശ്രദ്ധേയമായ ഒരു ഭാഗമുണ്ടെന്ന് പറഞ്ഞ വേഗത്തിൽ എന്റെ വാക്കുകളെ ചുരുക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. യാക്കോബിന്റെ ലേഖനം നമുക്കറിയാം. മലയാളത്തിൽ ദൈവജന ചിന്തകൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. 3-ാം അധ്യായത്തിൽ 2-ാം വാക്യം ഒന്ന് വായിക്കാമോ? യാക്കോബിന്റെ ലേഖനം നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു. ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാണിട്ട് നടത്തുവാൻ ശക്തനായി സൽഗുണപൂർത്തിയുള്ള മനുഷ്യന് പുരുഷനാകുന്നു. ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവൻ കടിഞ്ഞാണിട്ട് നടത്തുവാൻ ശക്തനായി സൽഗുണപൂർത്തിയുള്ള പുരുഷനാകുന്നു. കർത്താവ് തന്റെ ഇഹലോക ജീവിതകാലത്തിൽ അപ്പോസ്തലന്മാരോട് പറഞ്ഞതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യവും നമ്മൾ ബോധപൂർവം മറന്നു കളയുന്നൊരു വാക്യമുണ്ട്. നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവിൻ. അതിനൊരു എക്സ്ക്യൂസ് നമ്മൾ പറയാറുണ്ട്. കാലപ്പഴക്കമെന്ന പിതാക്കന്മാരുടെ കാലത്ത് അതില്ലായിരുന്നു. 1, 2, 3 തലമുറകളൊന്നും അത്രയും അതിന് വലിയ പ്രസക്തി ഇല്ലായിരുന്നു. ഇന്ന് ഏറ്റവും പ്രസക്തിയുള്ള ഒരു കാര്യം കർത്താവിന് കഴിയും, നമുക്കത് കഴിയത്തില്ലെന്ന്. ഏതാ? സൽഗുണപൂർത്തിയിൽ ജീവിക്കാൻ, നന്നായി ജീവിക്കാൻ. കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർമാനമായിട്ട് 1 മാസം ബൈബിൾ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് യേശുക്രിസ്തുവിന്റെ ജീവിതോപദേശവും എന്നുള്ള വിഷയമായിരുന്നു. അതിൽ ഉപദേശങ്ങളുടെ ഭാഗം ഒറ്റ ക്ലാസ് കൊണ്ട് വെട്ടിക്കുറച്ചിട്ട് 2-3 ആഴ്ച തുടർമാനമായിട്ട് യേശുക്രിസ്തുവിന്റെ ജീവിതത്തെ കുറിച്ച് പറയുവാൻ അതിനുവേണ്ടി തയ്യാറെടുപ്പ് നടത്തിയപ്പോൾ കർത്താവിന്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചൊരു കാര്യമുണ്ട്. ഞാൻ ബൈബിൾ ക്ലാസ്സിൽ പറയാനിടയായിട്ടുള്ളത് വേറൊന്നുമല്ല. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനെ രക്ഷിക്കുക എന്നുള്ളതോ ഈ ഭൂമിയെ പുതുക്കുക എന്നുള്ളതോ ലോകത്തെ പ്രപഞ്ചത്തെ മുഴുവൻ രൂപാന്തരപ്പെടുത്തുക എന്നുള്ളതോ ഒരു വാക്കുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. എന്നാൽ രക്ഷ എന്നുള്ളത് ഒരു വാക്കിൽ ഒതുക്കാതെ ഒരു ജീവിതം കൊണ്ട് വിശദീകരിച്ചു തരാൻ
ദൈവം മുൻകൈ എടുത്തത് നമുക്കൊരു മാതൃക കാണിക്കേണ്ടതിന് വേണ്ടി തന്നെയാണ്. അത് തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ ക്രിസ്ത്യ ജീവിതം ഗൗരവമായി നമുക്ക് നയിക്കാൻ കഴിയത്തുള്ളൂ. ഞാൻ പറഞ്ഞത് എത്ര പേര് മനസ്സിലാക്കിയെന്ന് എനിക്കറിയത്തില്ല. ദൈവത്തിനൊരു വാക്കുകൊണ്ട് ഈ ഭൂമിയെ സൃഷ്ടിക്കാൻ, മനുഷ്യനെ സൃഷ്ടിക്കാനൊക്കെ വാക്കുകൊണ്ട് കഴിയുമായിരുന്ന ദൈവം, ഈ പ്രപഞ്ചത്തെ മുഴുവൻ വാക്കുകൊണ്ട് സൃഷ്ടിച്ച ദൈവം, മനുഷ്യനെ അല്പ മിനിറ്റുകൾ കൊണ്ട് മണ്ണുകൊണ്ട് സൃഷ്ടിച്ച ദൈവത്തിന് രക്ഷ എന്നുള്ളത് ഒരു വാക്കുകൊണ്ട് ചെയ്തെടുക്കാൻ തക്കവണ്ണം താൻ തന്നിൽ തന്നെ സർവശക്തനായിരുന്നിട്ടും രക്ഷ നമുക്ക് വെളിപ്പെടുത്തി രക്ഷ മുതൽ നിത്യത വരെയുള്ള സ്വർഗീയ അനുഭവങ്ങളെ നമുക്ക് കാണിച്ചു തരാൻ ദൈനംദിന ജീവിതത്തിൽ പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെടത്തക്കവണ്ണം പുത്രനെ ഭൂമിയിൽ അവതരിപ്പിക്കാൻ ദൈവം വില കൊടുത്തെങ്കിൽ ഇന്ന് രാത്രി ഞാൻ വളരെ ശക്തമായി ദൈവസഭയോട് വിളിച്ചു പറയട്ടെ, കർത്താവ് എത്രത്തോളം വില കൊടുത്ത് ഈ ഭൂമിയിൽ ജീവിച്ചോ അത്രത്തോളം വില കൊടുത്ത് ജീവിതത്തെ സൂക്ഷിക്കുന്ന ഭക്തന്മാരെ ചേർക്കാനാണ് കർത്താവ് വരുന്നതിന് 2 വർഷമില്ല. ഇല്ലെങ്കിൽ ഈ വേദപുസ്തകം തിരുത്തേണ്ടിയിരിക്കുന്നു. വളരെ ഗൗരവമായി മനസ്സിലാക്കണം. ഉപദേഷ്ടാക്കന്മാരോട് പറയുമ്പോഴാണ് വചനം പറയുന്നത്, നാം പലതിലും തെറ്റിപ്പോകുന്നത് ശരിയാ. പാപം ജീവിതത്തിൽ വരാൻ ഒത്തിരി സാധ്യതയുണ്ട്. മരിച്ചുപോയ പാസ്റ്റർ വി. തോമസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, വെള്ളം വള്ളത്തിൽ കയറാൻ വള്ളക്കാരന് ഉദ്ദേശമില്ലെങ്കിലും വള്ളം വെള്ളത്തിൽ കിടക്കുന്നിടത്തോളം കാലം അല്പം വെള്ളമില്ലാതെ വരാൻ സാധ്യതയുണ്ട്. എന്നാൽ ബുദ്ധിയുള്ള വള്ളക്കാരൻ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? അവൻ സമയാസമയങ്ങളിൽ അപകടനിലയിലേക്ക് പോകുന്നതിന് മുമ്പേ ഈ വള്ളത്തിൽ വരുന്ന വെള്ളത്തെ കോരി പുറത്ത് കളയും. അങ്ങനെയാണ് നാട്ടിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ രാത്രി പറയട്ടെ, തെറ്റിന്റെ, പ്രലോഭനത്തിന്റെ, പാപത്തിന്റെ സാധ്യതകൾ 24 മണിക്കൂറും ജീവിതത്തിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് കർത്താവിനെ കയ്യെത്തുള്ളൂ. ഞാൻ ഭാവിയായ മനുഷ്യനാണെന്ന് പറഞ്ഞ് എത്ര ഇരിപ്പാനല്ല ഇന്ന് രാത്രി ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. സ്വർഗീയ പിതാവ് സൽഗുണപൂർണ്ണനായിരിക്കുന്നത് പോലെ സൽഗുണപൂർണ്ണന്മാരായി തന്നെത്താൻ ഒരുക്കി കാത്തിരിക്കുന്ന ഒരു മണവാട്ടിയെ ചേർക്കാൻ അവൻ മടങ്ങി വരുന്നു. അതുകൊണ്ട് 2 വർഷമില്ലാതെ ഇന്ന് രാത്രി ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. ജീവിതത്തെ വിശുദ്ധിയോടെ സൂക്ഷിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അതിന് തീരുമാനിക്കുന്ന ഭക്തൻ ആദ്യം ശ്രദ്ധിക്കേണ്ടതും അവസാനത്തോടെ സൂക്ഷിക്കേണ്ടതുമായ അവയവമാണ് നാവ്. അതാണ് വേദപുസ്തകത്തിലെ ആദ്യമായിട്ട് ശുശ്രൂഷയ്ക്ക് വേണ്ടി, അതിശക്തമായ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിയോഗിച്ചയക്കപ്പെട്ട മോശ പറയുന്നു, കർത്താവെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ചു. അവന് മിസ്രൈമിൽ വെച്ച് വളരെ പ്രാവീണ്യം ഉണ്ടായിട്ടുള്ളത് കൂടാതെ 80 വർഷം മരുഭൂമിയിൽ വെച്ച് ദൈവം ഒരുക്കം കൊടുത്തതും മാത്രമല്ല, ദൈവം തന്റെ പ്രത്യക്ഷത നൽകി അവനെ വിളിച്ചപ്പോൾ, ദൈവത്തോട് പ്രതികരിച്ചു തുടങ്ങുമ്പോൾ, ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ അവൻ തിരിച്ചു പറയുന്ന, ദൈവത്തോട് പ്രതികരിക്കുന്ന ഒരു വാചകം ശ്രദ്ധേയമാണ്. ഞാൻ തടിച്ച നാവുള്ള. അപ്പോൾ ദൈവ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ഒരു ജനത്തെ പുറപ്പെടുവിച്ച് പുറത്തു കൊണ്ടുപോകാനുള്ള ദൈവപ്രവൃത്തിയോടുള്ള ബന്ധത്തിൽ നാവിന്റെ പ്രാധാന്യം അത്രയ്ക്കുള്ളത് കൊണ്ടാണ് മോശ ദൈവത്തോട് പറയുന്നത്, ഞാൻ തടിച്ച നാവുള്ള മനുഷ്യൻ. തനിക്ക് കയ്യൊപ്പുണ്ടാകും, കാര്യങ്ങളുണ്ടാകും, കാര്യശേഷി ഉണ്ടാകും. ഇസ്രായേലിൽ 40 വർഷം വളർന്നതിന്റെയും 40 വർഷം മരുഭൂമിയിൽ ദൈവത്താൽ ഒരുക്കപ്പെട്ടതിന്റെയും എല്ലാ സ്വഭാവ ഗുണങ്ങളും തന്നിലുള്ളപ്പോൾ തന്നെ താൻ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതിന് വിമുഖത കാണിക്കാൻ വേണ്ടി ദൈവത്തിന്റെ മുൻപിൽ എടുത്തു പറയുന്നത് ഏതവയവത്തെ കുറിച്ചാണ്? നാവിനെ കുറിച്ചാണ്. ദൈവം അപ്പോൾ പറഞ്ഞു, വിക്കനേജുകളിൽ നിർമ്മിച്ചത് ആര്? ഞാനല്ലേ? അങ്ങനെയാണെങ്കിൽ നീ പോകാൻ പറയുക. എന്നാൽ മോശയ്ക്ക് ആദ്യ തെരഞ്ഞെടുപ്പിൽ തന്നെ പ്രയോറിറ്റി, ഒന്നാം മുൻഗണന, ദൈവത്തിന്റെ മുൻഗണന നഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം മോശ വളരെ ബലം പിടിച്ച് ദൈവത്തോട് പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, എന്നാൽ നിന്റെ സഹോദരൻ നിനക്ക് നാവായിരിക്കും. അപ്പോൾ ഓർത്ത് നോക്കിയേ, വേദപുസ്തകത്തിൽ ആദ്യം മുതൽ പഠിച്ചു വരുമ്പോൾ നമ്മുടെ അധരത്തെ ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി ഉപയോഗിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്, നമ്മുടെ ഓരോ ജീവിത വഴികളും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അധരം കൊണ്ട് വേണം വിജയം കൈവരിക്കാൻ. തെളിവെന്താ? യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്ന, ഒരു കുതിരയെ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കുന്നത് പോലെയും ഒരു കപ്പലിനെ കപ്പിത്താൻ സൂക്ഷിക്കുന്നത് പോലെയും നാവ് വളരെ ഗൗരവമായി കരുതേണ്ടതാണെന്ന് പറയുന്നത്. ഇനി അതിനുശേഷം നാവിനെ കുറിച്ച് പറയുമ്പോൾ 2 ഉദാഹരണം പറയുകയാണ്. ഒന്ന്, വലിയ കാട് കത്തിക്കുന്ന തീയോട് ഉപമിക്കും. 2, നാവിനെ ഉപമിക്കുന്നത് വിഷം,
നഗരത്തെക്കാളും വിഷം നിറഞ്ഞത് എന്ന് യാക്കോബിന്റെ ലേഖനം 3-8 വാക്യത്തിൽ. രണ്ട് പ്രവൃത്തിയാണ് നാവിന് ഉദാഹരണമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, കീഴക്കാൻ കഴിയാത്ത തീയ്. ഹല്ലേലൂയ. അമേരിക്കയിലാണെങ്കിലും എത്ര സാങ്കേതിക വിദ്യ വളരെ ശക്തമായിട്ടുള്ളടമാണെങ്കിലും തീ കത്തിപ്പടർന്നാൽ, കാട്ടുതീയൊക്കെ കത്തിപ്പടർന്നാൽ ഇന്നും നമ്മൾ വാർത്തകളും പിക്ചറുകളും കാണാറുണ്ട്. അതിനെ ഒതുക്കാൻ എത്ര സാങ്കേതിക വിദ്യ ഉണ്ടെങ്കിലും കൃത്രിമമായി മഴ പെയ്ച്ച് കാട്ടുതീ അടയ്ക്കാനൊന്നും പറ്റുന്നില്ല. പിന്നെ ഒരു പരുവത്തിനൊക്കെ കത്തിപ്പടരാതിരിക്കാനൊക്കെ തടസ്സം സൃഷ്ടിക്കാമെന്നുള്ളതല്ലാതെ നഷ്ടപ്പെട്ടതിനെ മടക്കിക്കൊണ്ടുവരാൻ കഴിയാതെ രാജ്യങ്ങളും ഇന്ന് നിസ്സഹായതയിൽ അത്രയ്ക്ക് ശക്തിയുള്ളതാണ് തീയ. നമുക്കറിയാം വിഷത്തിന്റെ കാര്യം നമുക്കറിയാം. നാട്ടിൽ ഇന്നലെ പാമ്പനെ എടുത്ത് ബാബാ സുരേഷിനെ പോലെ വേറെ 2 പിള്ളേർ മൂർക്കം പാമ്പനെ പിടിച്ച് കുറെ നേരം കളിച്ചു. ആരോ വീഡിയോ എടുക്കാൻ വന്നപ്പോൾ ഒന്നുകൂടെ അവർക്ക് ആവേശമായി. അവർ ഭയങ്കര എൻജോയ്മെന്റിൽ അവരുടെ മുമ്പിൽ നാട്ടുകാരെല്ലാം കൂടി എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു. കടി കിട്ടി, ഒരുത്തൻ ചത്തു, അടുത്തവൻ ആശുപത്രി കിടക്കുന്നു എന്ന് വാർത്തയുണ്ട്. പറഞ്ഞത് പ്രിയമുള്ളവരെ, ഈ വിഷം എന്ന് പറയുന്നത് ഇത്രയും സാങ്കേതികതകളുണ്ട്. ആ ചികിത്സാൻ ആശുപത്രി പോയെങ്കിലും സ്തോത്രം പ്രിയമുള്ളവരെ, അതെന്നെ വളരെ ചിന്തിപ്പിച്ചു. ഗൗരവമായിട്ട് വേണം നമ്മുടെ കയ്യിലുള്ള ഈ നാവിനോട് കളിക്കാൻ. നമ്മുടെ അതരം എത്ര ഗൗരവമായി നാം സൂക്ഷിക്കണമെന്നുള്ളത് വളരെ ഗൗരവമായി വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറഞ്ഞു തുടങ്ങുന്നത് ഇങ്ങനെ വിശദീകരിക്കുന്നിട്ട് നിർത്തുവാൻ പോകുകയാണ്. നാവ് കൊണ്ട് പാപം ചെയ്യാതിരിക്കാൻ ഞാൻ എന്റെ വഴികളെ സൂക്ഷിക്കുമെന്ന്. 1-ാം സങ്കീർത്തനം പറയുന്നു, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും എന്ന് 1-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞു തുടങ്ങുമ്പോൾ 39-ാം സങ്കീർത്തനത്തിലാണ് അതിന്റെ അർത്ഥവ്യാപ്തി കുറിച്ചിരിക്കുന്നത്. ഇന്ന് വരെ എനിക്ക് ചിന്തിപ്പാനിടയായി തീർന്നു. അതായത് പാപികളുടെ വഴിയിൽ നിൽക്കാൻ പോയാൽ പാപികളുടെ വഴി എന്ന് പറയുന്നത് എവിടെയാണ്? നാവുകൊണ്ട് പാപം ചെയ്യാതിരിക്കാൻ ഞാൻ എന്റെ വഴികളെ സൂക്ഷിക്കുമെന്ന് 39-ാം സങ്കീർത്തനത്തിൽ പറയുമ്പോൾ 1-ാം സങ്കീർത്തനത്തിൽ പറയുന്നു പാപികളുടെ വഴി എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്യുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ആകാത്ത് സംസാരിച്ച് നിൽക്കുന്ന ഏതെങ്കിലും കൂട്ടത്തിൽ നമ്മുടെ സാന്നിധ്യം കൊണ്ട് വെച്ചാൽ അവിടെ നാം പാപികളുടെ വഴിയിലായി പോയി അവിടെ ഊരിപ്പോയാൽ ഒന്നെങ്കിൽ അത് കൊത്തും, അല്ലെങ്കിൽ അത് കത്തും. ഇത് രണ്ടും സംഭവിക്കാതിരിക്കുമെങ്കിൽ ഇന്ന് യാത്രയെ ദൈവാത്മാവിൽ അർപ്പിക്കട്ടെ. അല്ലെങ്കിൽ തുകയോടുകൂടിയതും ഉപ്പിനാൽ രുചിവരുത്തിയതുമായ വാക്കുകൾ പറയാം. നിങ്ങളുടെ വാക്ക് ഉവയെന്നോ ഇല്ല ഇല്ല എന്നോ ആയിരിക്കട്ടെ. അതിലധികമായതൊക്കെയും പ്രിയമുള്ളവരെ, വളരെ ഗൗരവത്തോടുകൂടി ഈ ദിവസങ്ങളിൽ നാവിനെ സൂക്ഷിച്ചാൽ ഉള്ള ഗുണം എന്താണ്? നാവിനെ സൂക്ഷിക്കാൻ തുടങ്ങിയ സങ്കീർത്തനക്കാരൻ ദൈവകൃപയിലേക്ക് വന്നതിന്റെ ആഴം അവിടെ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് പറയുമ്പോൾ ഈ മെസ്സേജ് ഞാൻ ഇന്ന് ഈ വേളയിൽ ക്ലോസ് ചെയ്യും. നാവിനെ സൂക്ഷിക്കാൻ തുടങ്ങിയപ്പോൾ അധികം ആരോടും മിണ്ടാനില്ല. അതാ അടുത്ത് പറയുന്നത്. നാവിനെ സൂക്ഷിക്കാൻ തുടങ്ങിയപ്പോൾ നാവിനെ സ്വതന്ത്രമായിട്ട് ഉപയോഗിച്ചപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഇഷ്ടംപോലെ സംസാരിക്കാനാണ്. കൂട്ടുകാർക്കൊന്നും ഒരു കുറവുമില്ല. നാവ് എത്രയും നീളമുണ്ടോ അത്രയും ദൈർഘ്യത്തിൽ സുഹൃത്ബന്ധം കിട്ടും. എന്നാൽ നാവ് സൂക്ഷിച്ചൊരുവൻ ദൈവകൃപയ്ക്കകത്തും എന്നെ തന്നെ സൂക്ഷിക്കാൻ ഏൽപ്പിക്കപ്പെടുമ്പോൾ ദൈവം പറയുന്നത് മാത്രമേ അവന്റെ അതരം കൊണ്ട് ഉച്ചരിക്കാൻ പറ്റത്തുള്ളൂ. സുഹൃത്ബന്ധം വേണ്ടെന്ന് ഞാൻ പറയത്തില്ല. ദൈവകൃപ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. മറ്റുള്ളവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കാനും തണുപ്പിക്കാനും ഒരുമിച്ച് സ്തോത്രം ഒരു സന്തോഷ വർത്തമാനം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതിനൊന്നും ഞാൻ എതിരല്ല. എന്നാൽ ഒരു ദൈവവേദന ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്, ഒരു നിലവാരമുണ്ട്. അത് വിട്ടൊരു ദൈവവേദന ഇടപെടാൻ വേദപുസ്തകം അനുവാദം തരുന്നില്ല. സ്തോത്രം. മുന്നോട്ട് പോകുമ്പോൾ ഞാൻ ഉരിയാടാതെ ഊമനായിരുന്നു, നന്മയെ ഗണ്യമാക്കാതെ മൗനമായിരുന്നു. എന്റെ സങ്കടമാണ് പൊങ്ങി വന്നത്. എന്താ അറിയാമോ, എനിക്ക് നമ്മൾ സംസാരിക്കാതിരുന്ന എന്ത് ബുദ്ധിമുട്ടോ. ഏറ്റവും വലിയ ശിക്ഷ തൂക്കിക്കൊല്ലുക ഇന്ത്യയിൽ. അത് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ ശിക്ഷ മനുഷ്യനെ ഒറ്റപ്പെടുത്തിയിരുത്തുക എന്നുള്ളത്. അതിനാ ജയിലെന്ന് ഓമന പേരിൽ പറയുന്നത്. ഒറ്റപ്പെടുത്തിയിരുത്തുക, കമ്മ്യൂണിക്കേഷൻ ഇല്ല, ആശയവിനിമയമില്ല, ഒന്നിനോട് സംസാരിക്കാൻ, ആരോട് ഇടപെടാൻ. സ്തോത്രം. കഴിഞ്ഞ ദിവസം നോക്കിക്കൊന്ന ആളിന് അവസാന മിനിറ്റിൽ മോളോടൊന്ന് സംസാരിക്കണം പറഞ്ഞപ്പോൾ ഒരു ഫോൺ കൊടുത്ത് 5 മിനിറ്റ് സംസാരിച്ചത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം നോക്കുന്നത്. കാരണം അത് സംസാരിക്കുക എന്നുള്ളത് വളരെ ഗൗരവമായിട്ടുള്ള കാര്യമാണ് ശിക്ഷിക്കപ്പെട്ടവരെ സംബന്ധിച്ച്. അതിന്റെ വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ഒറ്റപ്പെടുത്തി ഒരു മൂലയിലാക്കി സുരക്ഷിതമായിട്ട് മാറ്റി നിർത്തി
ആശയവിനിമയത്തെ ബന്ധിച്ചു കഴിയുമ്പോൾ മനുഷ്യന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിട്ട് മാറും ആശയവിനിമയം നടത്താൻ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അതുപോലെ തന്നെ സങ്കീർത്തനക്കാരൻ ഉരിയാടാതെ ഊമനായിരുന്നു, നന്മയെ ഗണ്യമാക്കാതെ മൗനമായിരുന്നു, ഉള്ളിൽ സങ്കടം പൊങ്ങി വന്നു. പക്ഷെങ്കിൽ അവൻ എന്ത് ചെയ്തെന്നാ പറയുന്നത്? ഹൃദയത്തിന് ചൂട് പിടിച്ചു. അവനപ്പോൾ പ്രൈസ് ദി ലോർഡ് സ്തോത്രം അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ അവൻ ആരംഭിച്ചു. അത് അവന്റെ ജീവിതത്തിൽ വിജയമായിട്ട് മാറി. പ്രൈസ് ദി ലോർഡ്. എന്താണെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ് സ്തോത്രം അവൻ അവിടെ ഹൃദയത്തിൽ നിന്ന് ദൈവത്തോട് സംവാദിക്കാൻ തുടങ്ങി. അതിന് പറയുന്ന വേദപുസ്തകത്തിലെ ഓമനപ്പേര ധ്യാനം. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ വചനവും ദൈവത്തിന്റെ കരങ്ങളിൽ വെച്ചുകൊണ്ട് ദൈവത്തിൽ ഇരുന്ന് യഹോവേ എന്നോട് ഇടപെടണമേ എന്ന് പറഞ്ഞ് ദൈവജന ഭാഗം വായിക്കുകയോ അല്ലെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് വചനം തുറക്കുകയോ ചെയ്ത് ദൈവത്തിൽ ഇരിക്കുന്നതിന് പറയുന്ന പേരെ ക്വയറ്റ് ടൈം അല്ലെങ്കിൽ ധ്യാനം. ദൈവത്തെ ധ്യാനിക്കുക, ദൈവിക കാര്യങ്ങളെ ചിന്തിക്കുക, ആത്മീക പുരോഗതിക്ക് വേണ്ടി ആഗ്രഹിക്കുക, ഈ വിധ ചിന്തയിലേക്ക് മനസ്സിനെ കൊണ്ടുവരുന്നതാണ് ധ്യാനം. അങ്ങനെ അവൻ ധ്യാനിച്ചപ്പോൾ പ്രൈസ് ദി ലോർഡ് അവന്റെ ധ്യാനത്തിങ്കൽ തീ കത്തി. അപ്പോൾ അവൻ നാവെടുത്ത് സംസാരിച്ചു എന്ന് പറഞ്ഞാൽ ഒന്നാം വാക്യത്തിലെ സംസാരമല്ല, ഒന്നാം വാക്യത്തിലെ ശൈലിയല്ല. ഈ വാക്യത്തിൽ മൂന്നാം വാക്യത്തിൽ വരുന്നത് ധ്യാനത്തിന് ശേഷം സംസാരിച്ചാൽ ആകാത്തത് പറയേണ്ടി വരത്തില്ല. ദൈവസന്നിധിയിൽ രാവിലെ എഴുന്നേറ്റ് ആദ്യം സമർപ്പിക്കേണ്ട അവയവം നാവാ. അങ്ങനെ നാവ് സമർപ്പിച്ചിട്ട് പുറത്തിറങ്ങുന്ന ബിസിനസ് ദൈവം അനുഗ്രഹമാക്കും. ഓഫീസിൽ പറയേണ്ടത് പറയാൻ ദൈവം കൃപ തരും, ചിന്തിക്കേണ്ടത് ചിന്തിപ്പാൻ ദൈവം കൃപ തരും. അതിനാവരെ എഴുന്നേറ്റ് ഈ അവയവത്തെ ദൈവങ്ങളിൽ സമർപ്പിച്ച് ധ്യാനിച്ച് ദൈവങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുത്താൽ അത് വിജയമാകുമെന്നുള്ളതിന് അനേക ഭക്തങ്ങളുടെ ചരിത്രം എന്റെ പിന്നിലുണ്ട്. അത് ഓർക്കുന്ന രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞാൻ പറഞ്ഞ വേഗത്തിൽ അവസാനിപ്പിക്കട്ടെ. ധ്യാനത്തിങ്കിൽ തീ കത്തി. അപ്പോൾ നാം എടുത്ത് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അവൻ ചിന്തിക്കാൻ തുടങ്ങിയത് ലോകത്തിലെ ജീവിതത്തെയും നിത്യതയും കുറിച്ച് അവൻ ചിന്തിക്കാൻ തുടങ്ങി. അതോട് പറഞ്ഞ വാക്കുകൾ അവസാനിപ്പിക്കാം. കർത്താവിനോട് ചോദിക്കുന്നത് ധ്യാനിച്ച് ദൈവത്തോട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അവന്റെ ഉള്ളിൽ നിന്ന് വന്ന ചോദ്യം എന്താണെന്നറിയാമോ? യഹോവേ എന്റെ ആയുസ് എത്ര എന്നതിനെയും എന്റെ അവസാനത്തെയും എന്നെ അറിയിക്കണം. കൊണ്ടുള്ള സങ്കീർത്തനത്തിൽ ഭക്തൻ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ പ്രതീക്ഷിക്കാം. എന്നോട് ആരെങ്കിലും ലോകത്തിലെ ഏറ്റവും വലിയ ജ്ഞാനി ആരെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ഇനി എത്ര നാളുള്ളെന്ന് എണ്ണി സുരക്ഷിതമായ ജീവിതത്തെ സൂക്ഷിക്കുന്ന വ്യക്തിയാ. ഗൗരവമായി അതിപ്രധാനമായി ചെയ്യേണ്ട കാര്യങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്ത് മുൻഗണനാക്രമത്തിൽ തയ്യാറാക്കി അതിനുവേണ്ടി സമയം ചെലവഴിക്കുന്ന വ്യക്തിയാണ് ലോകത്തിലെ ഏറ്റവും ജ്ഞാനിയുള്ള വ്യക്തി, ജ്ഞാനമുള്ള വ്യക്തി. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നമ്മുടെ ദൈവസന്നിധിയിലെ ധ്യാനത്തെങ്കിൽ നമ്മൾ നമ്മിലേക്ക് മടങ്ങി വരും. നമ്മുടെ ആയുസ്സിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കും. ഞാൻ ഏതിനായി കാത്തിരിക്കുന്നു? പറയുകയാണ്. എന്നാൽ കർത്താവ് 7-ാം വാക്യം, ഞാൻ ഏതിനായി കാത്തിരിക്കുന്നു? എന്റെ പ്രത്യാശ നിങ്കൽ വെച്ചിരിക്കുന്നു. ഒന്നാമത് ധ്യാനത്തെങ്കിൽ സ്വന്തം ആയുസ്സിനെ കുറിച്ചുള്ള ബോധ്യം വന്നു. രണ്ടാമത് പ്രത്യാശയിലേക്ക് വന്നു. മൂന്നാമത് പാപത്തെ കുറിച്ചുള്ള ബോധ്യം വന്നു. കർത്താവേ എന്റെ സകല ലംഘനങ്ങളിൽ എന്നെ വിടുവിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിനോട് പറയുകയാണ്. മുൻപ് ഞാൻ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടന്നും സംസാരിച്ചും ചിന്തിച്ചും സമയം കളഞ്ഞ വഴികളിൽ എന്റെ മേൽ നീ വെച്ച ഒരു നോട്ടമുണ്ടല്ലോ, അതേ നോട്ടം എന്നിൽ നിന്നോട് മാറ്റണം. പത്രോസ് കർത്താവെ തള്ളി പറഞ്ഞപ്പോൾ കർത്താവ് മഹാപുരോഹിതന്റെ അരമനയ്ക്കകത്തുനിന്ന് തിരിഞ്ഞൊരൊറ്റ നോട്ടം, ആ നോട്ടം മാനസാന്തരത്തിന് ഉതകി. കർത്താവിനോട് ഇന്ന് രാത്രികാലം പറ, കോപത്തോടെ നീ എന്നെ നോക്കരുത്, അല്ലെങ്കിൽ എന്റെ മാനസാന്തരത്തിനായി നീ എന്നെ നോക്ക്, നിന്റെ മുൻപിൽ എന്നെ ഇതാ സമർപ്പിക്കുന്നത് പറഞ്ഞാൽ അല്ലെങ്കിൽ നമ്മെ നടത്താൻ ദൈവശക്തനാ. ഈ രാത്രി ഞാൻ എന്റെ വാക്കുകളുടെ അവസാനിപ്പിക്കുക. മനുഷ്യ ആയുസ്സിനെ ദൈവവചനം ഉപമിച്ചിരിക്കുന്നത് പുല്ലിനോടാണ്, ആവിയോടാണോ, ചാടി പോകുന്ന നിഴലിനോടാണോ, ഒരു ശ്വാസത്തോടാണ്. 2 പ്രാവശ്യം ഈ സങ്കീർത്തനത്തിൽ ആവർത്തിച്ചു പറയുന്നു. ഏതു മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസം അത്രേ, ഏതു മനുഷ്യനും ഒരു ശ്വാസം അത്രേ. ഈ അകത്തോട്ട് വലിക്കുന്ന ശ്വാസം പുറത്തോട്ട് വിടാനുള്ള പ്രാപ്തി നമുക്ക് ലഭിച്ചില്ലെങ്കിൽ ഇന്ന് രാത്രി നമ്മളെ മറ്റൊരു പേരിനാൽ അറിയപ്പെടും. ഈ രാത്രി ദൈവത്തിന് നമ്മുടെ തലകളെ വണക്കാം. കർത്താവേ, ഇനിയുള്ള ആയുസ്സിന്റെ ദിനങ്ങൾ ഈ ശ്വാസോച്ഛ്വാസം എന്റെ അകത്തോട്ടെടുക്കുന്ന വായു പുറത്തോട്ട് പോകുന്നു, വീണ്ടും അകത്തോട്ടെടുക്കുന്നു. ദൈവമേ, നീ തരുന്ന ഈ കൃപ നിന്നെ കുറിച്ച് സംസാരിപ്പാൻ, നിന്റെ നാമത്തെ ഉയർത്തുവാൻ, നിന്റെ മഹത്വം എന്നിൽ വെളിപ്പെടുവാൻ, ഞാൻ ഇവിടെ ഒന്ന് പോയി ഇല്ലാതെ ആകുന്നതിന് മുമ്പേ ഉന്മേഷം പ്രാപിക്കുന്നതിന് നിന്റെ നോട്ടം എന്നിൽ നിന്നോ മാറ്റി കർത്താവേ, ഞാൻ ഇനി ധ്യാനത്തോടെ നിന്നോട്
ചേർന്ന് വസിക്കാൻ എന്നെ ഇതാ സമർപ്പിക്കുന്നവർ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കുക. എല്ലാവരും ഹൃദയമായത് പ്രാർത്ഥിച്ചാണ്. എല്ലാ നാവിന്റെ പ്രാർത്ഥന ഉയരട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. തിന്മയ്ക്ക് അല്ലെങ്കിൽ പിന്നെ നന്മയ്ക്ക് നാം ഉപയോഗിക്കണം. കാരണം ചെയ്യേണ്ടത് ചെയ്യാതിരുന്നാൽ അതും പാപമാണ്. ചെയ്യരുതാത്തത് ചെയ്യുന്നതും പാപമാണ്, ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുന്നതും പാപമാണ്. ഈ ആദരത്തിന് ദൈവം ഇന്ന് രാത്രി ബലം തന്നെങ്കിൽ ഇത് പ്രാർത്ഥനയ്ക്കാകട്ടെ, ഇത് മറ്റുള്ളവരെ തണുപ്പിക്കാനാകട്ടെ, ഇത് അന്യോന്യം പ്രോത്സാഹിപ്പിക്കാനാകട്ടെ, കിട്ടുന്ന അവസരം ഇടപെടാൻ നോക്കാതെ ദൈവത്തിന് സ്തുതി പാടാനാകട്ടെ. അന്യഭാഷ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അന്യഭാഷ ദൈവത്തെ ആരാധിക്കാൻ അവസരം ലഭിക്കുമ്പോൾ അതിനുവേണ്ടി നമ്മുടെ സമയങ്ങളെ മാറ്റിവെക്കാം. ഇന്ന് രാത്രി ദൈവരങ്ങളിലേക്ക് നമ്മൾ സമർപ്പിക്കാം. സർവ്വ ബഹുമാനം നമുക്ക് ദൈവത്തിന് അർപ്പിക്കാം. നമ്മുടെ ആദരങ്ങളിൽ ദിവസങ്ങളിൽ കൃപ ഒഴിക്കുന്നതായി തീരട്ടെ. നമ്മുടെ ആദരങ്ങളിൽ ദിവസങ്ങളിൽ ലാവണ്യം ഒഴിക്കുന്നതായി തീരട്ടെ. നമ്മുടെ ആദരങ്ങളിൽ ദിവസങ്ങൾ അനേകരെ തണുപ്പിക്കുന്നതായി തീരട്ടെ. അതിനായി സർവശക്തൻ നമ്മെ സഹായിക്കട്ടെ എന്ന വാക്കുകളോടെ ഞാൻ എന്റെ വാക്കിൽ വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് നിന്നെ സ്തുതിക്കുന്നു. ഈ സങ്കീർത്തന ഭാഗം ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം. തിരുവചനത്തിന്റെ ആഴങ്ങൾ ഗ്രഹിപ്പാൻ വീണ്ടും ഞങ്ങളുടെ മനസ്സുകളെ ദൈവം തുറക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കണമേ. നിത്യതയ്ക്കായി ഞങ്ങളുടെ നാളുകളെ എണ്ണി ഈ ദിവസങ്ങളിൽ കർത്താവിനെ മഹത്വമുള്ളവരായി ജീവിപ്പാൻ ഇതാ ഞങ്ങളെ വീണ്ടും സമർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ. സങ്കീർത്തനത്തിലൂടെ അനുഗ്രഹിക്കപ്പെട്ട ദൈവിക സന്ദേശം നാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നാമം കൊണ്ട് പാപം ചെയ്യാതിരിക്കാൻ വഴികളെ സൂക്ഷിക്കും എന്ന് സങ്കീർത്തനക്കാരോട് ചേർന്ന് പറയുമായിരുന്നു. കർത്താവ് നമ്മെ അതിനുവേണ്ടി ഒരുക്കട്ടെ. കൂടെ നാം കേൾക്കുകയുണ്ടായിരുന്നു. ദൈവത്തിന്റെ വചനം പറയുന്നു, മരണം ജീവൻ രണ്ടും നമ്മുടെ നാവിൽ തന്നെയാണ്. നാം എന്ത് കൽപ്പിക്കുന്നു അത് തന്നെ നമ്മുടെ ജീവിതത്തിൽ സംഭവിപ്പാൻ ദൈവത്തിന്റെ വചനം ഒന്നിനെ പറയുമ്പോൾ മാത്രമല്ല, നാം കേട്ടു, ഏത് മനുഷ്യരും ഉറച്ചു നിന്നാൽ വിശ്വാസം. സന്ധ്യാസമയം ദൈവസന്നിധിയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, മനുഷ്യ ജീവിതം ഒന്നുമില്ല എന്നുള്ള ആ ഒരു കാര്യം, ശാശ്വതമായിട്ടുള്ളൊരു ജീവിതമല്ല നാം ഈ ലോകത്തിൽ നയിക്കുന്നത് എന്നുള്ളത് പൂർണ്ണമായി മനസ്സിലാക്കിയാൽ, അതുകൊണ്ടാണ് അവിടെ സങ്കീർത്തനക്കാരൻ 8-7 വാക്യത്തിൽ പറയുന്നത്, 6 വാക്യത്തിൽ പറയുന്നത്, മനുഷ്യരൊക്കെ വീടും നിഴലായി നടക്കുന്ന നിശ്ചയം. അവർ വ്യക്തമായി പരിശ്രമിക്കുന്ന നിശ്ചയവും ധനം സമ്പാദിക്കുന്നു, ആരനുഭവിക്കും എന്നറിയില്ല. നമ്മുടെ ജീവിതയാത്രയിൽ പല കാര്യങ്ങൾ നാം ചെയ്യുന്നു. ജീവിതത്തിൽ പല കാര്യങ്ങൾ ആവശ്യമുണ്ട്. എന്നാൽ നാം ചെയ്യുന്ന കാര്യങ്ങൾ, ലോകത്തിൽ ചെയ്യുന്നത് പലപ്പോഴും പലതും വൃഥാവാണ് എന്ന് ചിന്തിക്കുന്ന ഒരു നിമിഷം ഒരുപക്ഷെ സകല പ്രിയപ്പെട്ടവരുടെയും ജീവിതത്തിൽ സംഭവിക്കും. എന്നാൽ അതിനടുത്ത വാക്കി ഏറ്റവും പ്രത്യാശയുള്ളതാണ്, കർത്താവേ, ഞാൻ ഇതിനായി കാത്തിരിക്കും, എന്റെ പ്രത്യാശ നിന്നിൽ വെച്ചിരിക്കുന്നു. And now Lord, for what I do wait, my hope is in you. ഏത് സന്ധ്യാസമയ ദൈവത്തിൽ കടന്നു വന്ന പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ അതായിരിക്കട്ടെ ഏറ്റവും വലിയ പ്രത്യാശ. നമ്മുടെ പ്രത്യാശ കർത്താവിലായിരിക്കട്ടെ, ദൈവത്തിലായിരിക്കട്ടെ നമ്മുടെ പ്രത്യാശ. ആ പ്രത്യാശ നാടിനായി നമുക്ക് കാത്തിരിക്കാം. ദൈവം അതിനു വേണ്ടി നമ്മെ ഒരുക്കട്ടെ. നമ്മുടെ വാക്കുകൾ ദൈവത്തിന് ഹിതമുള്ളത് മാത്രമായിരിക്കട്ടെ. നമ്മുടെ നാവിൽ നിന്ന് വരുന്നത് ദൈവത്തിന് ഹിതമുള്ളതുമായ മാത്രമായിരിക്കട്ടെ. കൃപയാൽ, ഒപ്പിനാൽ രുചി വരുന്നതും കൃപയാലുള്ളതുമായിരിക്കട്ടെ. അതിനുവേണ്ടി നമുക്ക് ആഗ്രഹിക്കാം, അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ.